എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉടുപ്പി സ്റ്റൈലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഉടുപ്പി സ്റ്റൈലുള്ള ഒരു ചേന തോരനാണ്. ചേന തോരനോ ചേന ഉപ്പേരിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ സാധാരണ തോരൻ വെക്കുമ്പോൾ ചേർക്കാത്ത ഒന്ന് രണ്ട് ചേരുവകൾ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ് തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ചേനയാണ്. ചേന ഇതുപോലെ ചെറുതായി അരിഞ്ഞ് മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി നന്നായി കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ചേന വേവിച്ചിട്ടും ഇതുപോലെ ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം. ചിലവർക്ക് ചേന അലർജി ആവുന്നതുകൊണ്ട് ഒന്ന് വേവിച്ച് കളഞ്ഞതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ പച്ച ചേന അങ്ങനെ ചെറുതായി അരിഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുള്ളതാണ്. ചേനയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. ഏത് വെച്ചിട്ടും ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കോവയ്ക്ക് വെച്ച് ചെയ്ത് നോക്കി, നന്നായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള സ്വാദായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യണം. ഇതിലേക്ക് കുറച്ച് കടുക്, 1/2 ടീസ്പൂൺ കടുകും ഒരു 3/4 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്ന് അത് നമ്മളെ കടുകൊക്കെ ഇങ്ങനെ പൊട്ടി വരുമല്ലോ, ആ സമയത്ത് കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ധാരാളം ഇതിൽ ചേർക്കണം, നല്ലൊരു മണമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചേനയാണെങ്കിൽ ഈ സമയത്ത് വേവിച്ചത് ഊറ്റിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം, ചേന വേവാനായിട്ടുള്ള ഇത് വേവാത്ത ചേനയല്ലേ, അപ്പോൾ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനിതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഒന്ന് തിള വരുമ്പോൾ കുറച്ച് കായപ്പൊടി, ഏകദേശം ഒരു 1/4 to 1/2 ടീസ്പൂണിൻ്റെ ഉള്ളിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കായപ്പൊടി ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. അതെപ്പോഴാണ് ചേർക്കുന്നതെന്ന് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഷെയർ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ നേരം കൊണ്ട് നമുക്ക് ഇതിനുള്ളൊരു അരപ്പ് തയ്യാറാക്കണം. ഇനി അതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായി നാളികേരം ഒരു 2-2.5 പിടി നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവുള്ള മുളക് ഒരു 4 ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് ചേർക്കുക. നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് ചേർക്കാം. ഇത് മീഡിയം എരിവിലുള്ള ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. അതായത് അവിയലിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കാം. നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പെല്ലാം പാകമാണോ എന്ന് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഈ ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. കഷ്ണം പകുതി വേവായിട്ടുണ്ട്. ഈ പകുതി വേവായ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ പകുതി വെന്തതിന് ശേഷമാണ് മെയിൻ സാധനമായിട്ടുള്ള പുളിവെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു തോരൻ തയ്യാറാക്കുന്നത്. ഭയങ്കര സ്വാദാണ് കേട്ടോ. നമ്മൾ സാധാരണ പുളിവെള്ളമോ കടുകൊന്നും തോരനിൽ ചേർക്കാറില്ലല്ലോ. അതുപോലെ കായപ്പൊടി നമ്മൾ സാധാരണ ചേർക്കാറില്ല. ഞാൻ ചില തോരനുകളിലൊക്കെ കുറച്ച് കായപ്പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര സ്വാദാണ് കേട്ടോ. തികച്ചും വ്യത്യാസമായിട്ടുള്ള ഒന്നല്ലേ. ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കി കഴിക്കാനായിട്ട്. ഇനി നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടട്ടെ. അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചേനയൊക്കെ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെന്തുടഞ്ഞിട്ടുള്ള രീതിയിൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നത് വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഈ നാളികേരക്കൂട്ട് അരച്ചെടുത്തിരിക്കുന്നത്. കാരണം ഞാൻ പച്ച ചേന ഇട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ചേനയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അരപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയായിരിക്കും നല്ലത്. എന്നാലേ നമുക്ക് ഇതുപോലെ ചെറുതായി വാട്ടർ കണ്ടൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ചേനയുടെ ഉള്ളിലേക്കൊക്കെ അരച്ച് വെച്ചിരിക്കുന്നതിൻ്റെ മസാലകൾ കൂടി ചേർത്ത് നല്ല സ്വാദ് വരുള്ളൂ കേട്ടോ. ഇപ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തു. ഇനി ചെറിയ തീയിലിരുന്നിട്ട് നന്നായിട്ട് ഈ അരപ്പൊക്കെ ചേർന്ന് നന്നായിട്ട് അതിലേക്ക് പിടിച്ച് വരട്ടെ. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരം ഏറ്റവും ചെറു തീയിൽ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴാണ് അരപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കുള്ളൂ ചേനയുടെ ഉള്ളിലേക്ക്.
ഇപ്പം ഞാനൊരു 5 മിനിറ്റിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പക്ഷേ തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പം ഇത് നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് റോസ്റ്റായി കിട്ടണം. വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി മാറി കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് അവസാനമായി കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ചേന തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉടുപ്പി സ്റ്റൈലിലുള്ള ചേനത്തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ചപ്പാത്തിയുടെ കൂടെയും ഞാൻ കഴിച്ചു നോക്കി, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്